ഭഗവാന്റെ പാതാരവൃന്ദങ്ങളിൽ പ്രണാമം. എന്നെ അതിലേക്ക് അടുപ്പിക്കുന്ന, ഗുരുവിലേക്ക് അടുപ്പിക്കുന്ന ആചാര്യന് പാദനമസ്കാരം. ഇവിടെ കയറിയിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഇതിന്റെ രക്ഷാധികാരിയായിട്ടുള്ള ശാരദാനന്ദ സ്വാമികൾക്ക് വന്ദനം. അതുപോലെ ഇതിന്റെ അഡ്മിനായിട്ടുള്ള ബെൻസാൾ സാറ്, ധന്യ ടീച്ചർ, എല്ലാവർക്കും നമസ്കാരം. ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന അനീഷ് ജി, ഒരുപാട് പേരുണ്ട്, അവർക്ക് എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്, കേൾക്കാനാണ് ഒരുപാട് പേരുള്ളത്. അവരുണ്ടെങ്കിലേ നമ്മുടെ ഗ്രൂപ്പ് ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും, ഇപ്പൊ ഇതിലിരിക്കുന്ന എല്ലാവർക്കും വലിയ നമസ്കാരം. നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഓരോ ദിവസവും രാവിലെ നമുക്ക് എല്ലാവർക്കും കയറാൻ പറ്റുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം, വലിയൊരു ദുഃഖത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ എല്ലാ ദിവസവും കയറുന്നു എന്ന് ഒരു സെന്റൻസിലൂടെയാണ് നമ്മൾ എന്നും ഇതിൽ കടന്നു പോകുന്നത് ഈ ഗ്രൂപ്പിൽ. അത് എത്രയോ അർത്ഥവത്താണ് അല്ലെ. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നു. ഭഗവാന്റെ മഹാസമാധിയെ കുറിച്ച് നമുക്ക് ഇന്നൊന്ന് നോക്കാം. സമാധി എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ ഒരു സമാധിയും ജയന്തിയും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് പലരും അതിനായിട്ടൊക്കെ തയ്യാറാവുന്നവരുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വാക്ക് കിട്ടുന്നെങ്കിൽ, ഞാൻ അങ്ങനെ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടൊന്നും അല്ല, എൻ്റെ മനസ്സിലുള്ളത് ഞാനങ്ങ് പറയാം എന്ന് വിചാരിച്ചത് കൊണ്ടാണ്. അപ്പം നമുക്കറിയാം 1856 ഓഗസ്റ്റ് 23 ചിങ്ങമാസം 7-ാം തീയതിയാണ് ഭഗവാന്റെ അല്ലെങ്കിൽ നാണു എന്ന നാരായണന്റെ ജനനം. അപ്പം 72 വർഷക്കാലം ഇവിടെ ജ്ഞാനലീല ആടിക്കൊണ്ട് തിരുശരീരം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ അജ്ഞാന അന്ധകാരത്തിൽ കിടന്ന ജനങ്ങളെ ഉണർത്തി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്, അപ്പം അങ്ങനെ വന്ന ഒരു പിറവിയെടുത്ത ഭഗവാൻ, ആ ഭഗവാന്റെ ജീവിത ചരിത്രം അല്ലെങ്കിൽ ആ മഹത് ചരിത്രം എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു പാഠമാണ്. അതിന് ഭഗവാന്റെ ഓരോ ചലനം, അല്ലെങ്കിൽ ഭഗവാന്റെ ഓരോ നോട്ടം, ആ കണ്ണിൽ കോണാർന്ന ആ നോട്ടം, ഭഗവാന്റെ മൗനം, അല്ലെങ്കിൽ ആ എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ജീവചരിതം മഹത് ചരിത്രമാണ്. ആ ചരിത്രം നമുക്ക് പഠിക്കുന്നതിന് അത് നമ്മളൊരു പാഠമായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പം ഒരു 27 വയസ്സൊക്കെ 26 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഭഗവാൻ ആ ഒരു വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതിന് ശേഷം എവിടെയാണ് തൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട്, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. എന്താണ്? ജോലി നേടണം, അതുപോലെ തന്നെ പണം സമ്പാദിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നാരായണൻ എന്താണ് ആഗ്രഹം ഉണ്ടായിരുന്നത്? ഒരു ഗുരുപദത്തിൽ എത്തിപ്പെടുക. ആ ഗുരുപദത്തെ ആയിരുന്നു ലക്ഷ്യം. അങ്ങനെയാണ് ആ കുമ്പമല്ലി ആശാന്റെ അവിടെ സ്ഥലത്ത് നിന്ന് പിന്നെ എവിടെ പോകുന്നത്? മരുത്വാമലയിൽ എത്തുന്നത്. മരുത്വാമലയിൽ തപസ് ചെയ്താലേ അത് സാധിക്കും എന്ന് കണ്ടുകൊണ്ട് മരുത്വാമലയിൽ എത്തുകയും, ആ മരുത്വാമലയിൽ ഇരുന്നു കൊണ്ട് കഠിന തപസ്സിലൂടെ പല ദർശനങ്ങളിലൂടെ, ഓരോ ദർശനം കിട്ടുമ്പോഴും തനിക്ക് ഇതല്ല വേണ്ടത്, വീണ്ടും വീണ്ടും ദർശനങ്ങൾ വേണം. കാരണം അജ്ഞാനം മാറ്റുന്നതിന്, അജ്ഞാന അന്ധകാരത്തിൽ കിടക്കുന്ന ജനങ്ങളെ ഉണർത്തി ഉയർത്തുന്നതിന് എനിക്ക് ഈ ദർശനങ്ങളൊന്നും പോരാ, ഈ സമാധിയൊന്നും എനിക്ക് പോരാ. ആ മരുത്വാമലയിൽ ഉണ്ടാകുന്ന ആ സമാധിസ്ഥമായ അവസ്ഥയൊന്നും എനിക്ക് പോരാ എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും തപസ് ചെയ്ത് ആ 1 കോടി ദിവാകരനെ ദർശിക്കുന്ന ഒരു അനുഭവമാണ് ഭഗവാന് അവസാനത്തെ ആ സമാധിസ്ഥാവസ്ഥയിൽ സമാധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സമ്യക്ക് ആദി ഒന്നിച്ചു ചേർന്നിരിക്കുക, ഏകാത്മകമായിരിക്കുക, അദ്വൈതമായിരിക്കുക, ആ ദൈവം തന്നെ ആയിരിക്കുക എന്നുള്ളതാണ് സമാധി. അപ്പൊ അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ നേടുന്നതാണ് എന്തെന്ന് പറയുന്നത്? സമാധി എന്ന് പറയുന്നത്. അങ്ങനെ ആ മരുത്വാമലയിൽ വെച്ച് ഭഗവാന് കിട്ടിയ 1 കോടി ദിവാകരന്റെ പ്രകാശമായി കാണുന്നത് നമുക്ക് ചിച്ചട ചിന്തനത്തിലൂടെയാണുള്ളത്. ചിച്ചട ചിന്തനത്തിൽ ഇങ്ങനെയാണ്: 1 കോടി ദിവാകരരൊത്തുയരും
പടിപാരൊടു നീരനലാദികളും കെടുമാറു കിളർന്നു വരുന്നൊരു നിൻ പടിവെന്നും ഇരുന്നു വിളങ്ങിടണം. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കോടി ദിവാകരര് ഒത്തുയരുന്നത് പോലെ, എന്ന് വെച്ചാൽ ഒരു കോടി സൂര്യന്മാർ ഒത്തുയരുന്നത് പോലെയായിരുന്നു ആ അനുഭവം. നമുക്കറിയാം അപ്പോഴുണ്ടാകുന്ന പ്രകാശവും ആ ചൂടും എന്തായിരിക്കും എന്ന്, അല്ലെ? ഒരു കോടി ദിവാകരർ ഒത്തുയരുമ്പടി അത് വരുമ്പോൾ പാരൊട് നീരനലാദികളും, പാര് നീര് അനലാദികൾ എന്ന് പറയുമ്പോൾ അവിടെ ഭൂമി, നീരെന്ന് പറയുമ്പോൾ വെള്ളം, അപ്പൊ അനലാദികൾ, അപ്പം കാറ്റ്, ബാക്കി പിന്നെ അങ്ങനെയുള്ള എല്ലാം, അഗ്നി, അത് എല്ലാം പഞ്ചഭൂതങ്ങളും, അപ്പം ആ ആ, അനലാദികളും കെടുമാറ് കിളർന്ന്, കെടുമാറ് അവിടെ കെട്ടുപോവുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചം എല്ലാം കെട്ടുപോയിക്കൊണ്ട്, തന്റെ ശരീരവും പഞ്ചഭൂതാത്മകമാണ്. നമ്മുടെ എല്ലാവരുടെയും ശരീരം പഞ്ചഭൂതാത്മകമാണ്. ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും പഞ്ചഭൂതാത്മകമാണ്. അത് നമ്മൾ അദ്വൈത ദീപികയിലൊക്കെ പഠിച്ചതാണ്. വേറായി പിരിക്കുകയാണെങ്കിൽ അത് അവിടെ അവസാനം ചെല്ലുന്നത് ആ ബോധത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ പഞ്ചഭൂതങ്ങളെല്ലാം ആ ബോധത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള സകലതും എന്താണ്? പഞ്ചഭൂതാത്മകമാണ്. അപ്പൊ അതെല്ലാം ആ പ്രകാശത്തിൽ അല്ലെങ്കിൽ ആ ചൂടിൽ അതെല്ലാം കെടുമാറ്, അതെല്ലാം കെട്ടുപോയി കഴിഞ്ഞിട്ട് കിളിർന്നു വരുന്നൊരു നിൻവടിവ്, അതിൽ നിന്ന് അതെല്ലാം ഇല്ലാതായിക്കൊണ്ട് പിന്നെ വരുന്നതായിരിക്കും അവിടെ എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ആ പ്രകാശം, നിത്യപ്രകാശം, ആ ചൈതന്യം, സത്യമായിട്ടുള്ള ആ നിത്യമായിട്ടുള്ള ആ ചൈതന്യം മാത്രമായിരിക്കും. അതാണ് അവിടെ കിടുമാറ് കിളിർന്നു വരുന്നത്. എല്ലാം കെട്ട് കഴിയുമ്പോൾ അവിടെ കിളിർന്നു വരുന്നൊരു വടിവെന്നും ഇരുന്ന് വിളങ്ങിടണം. ആ വടിവ്, ആ ചൈതന്യമാണ് എന്നും ഇരുന്ന് വിളങ്ങേണ്ടത്. അപ്പം ആ ഒരു അവസ്ഥയിലാണ് ഭഗവാൻ ഉണ്ടായത്. അതാണ് അതിൽ നമ്മളെ അപ്പൊ ആ പ്രകാശ സ്വരൂപമായ ഭഗവാൻ, പ്രകാശ സ്വരൂപമായിക്കൊണ്ട് മരുത്വാമലയിൽ വേണമെങ്കിൽ എന്താണ്? ആ ആനന്ദ അമൃതത്തിൽ നുകർന്നിരിക്കാവുന്നതേ ഉള്ളൂ. സാധാരണ മഹാഋഷിമാരെല്ലാം ആ പദത്തിലെത്തുകയും അവിടെ ആനന്ദത്തിൽ അമർന്നിരുന്ന് ഒരു തണ്ടാരിൽ വീഴുന്ന വണ്ട് എങ്ങനെയാണോ പിന്നെ താമരയിൽ കൂടുതൽ തേനിൽ ഒരു വണ്ട് എങ്ങനെയാണോ ഇരുന്ന് ആസ്വദിക്കുന്നത്, അതിനെ കുടിച്ചാലും കുടിച്ചാലും മതിവരാത്ത, അതിനെ ഏറ്റവും ആ ആനന്ദ ലഹരിയിലിരുന്ന് ആ വൈകുന്നേരമാവുമ്പോൾ ആ താമര അണഞ്ഞു പോയി കഴിഞ്ഞാലും, അടഞ്ഞു പോയി അതിനകത്തിരുന്ന് വണ്ട് അമർന്നു പോയി കഴിഞ്ഞാലും അതറിയില്ല. ആ അത്ര ആനന്ദ അമൃതമാണ് ആ ഒരു തലം എന്ന് പറയുന്നത്, ആ സമാധിയിലെത്തുന്ന ആ തലം എന്ന് പറയുന്നത്. അപ്പം സാധാരണ ഋഷിമാർ അവിടെ ഇരുന്ന് ആ ആനന്ദം നുകർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കതിന് ഉദാഹരണമുണ്ടല്ലേ, രമണ മഹർഷി ഒക്കെ അതിൽ നുകർന്ന് അവിടെ ഇരിക്കുകയാണ്. പക്ഷെ ഭഗവാൻ അതല്ല. ഭഗവാൻ ഓരോ സമാധിസ്ഥാവസ്ഥയിലും തോന്നിയത് താഴേക്കിടയിലുള്ള ജനങ്ങള്, അന്ധകാരത്തിൽ കിടക്കുന്ന ജനങ്ങളുണ്ട്, അവരിലേക്ക് എനിക്ക് എത്തണം. കഷ്ടം ദീനം പിടിച്ചോ മധുരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ, അല്ലെ? അപ്പം ദീനം പിടിച്ചു കിടക്കുന്നവരുണ്ട്, അജ്ഞാന അന്ധകാരം, ദീനം എന്ന് പറയുമ്പോൾ അജ്ഞാന അന്ധകാരം പിടിച്ചു കിടക്കുന്നവരുണ്ട്, അതുപോലെ മധുര കുടിച്ചു കിടക്കുന്നവരുണ്ട്. അവരെ എല്ലാം ബാധിക്കുന്നത് ഈ അന്ധകാരം തന്നെയാണ്, അജ്ഞാനം തന്നെയാണ്. അപ്പം അവരെ എല്ലാം ഉത്തിഷ്ടോത്തിഷ്ടം, കാരണം ഭൗതികമായും ആത്മീയമായും അവരെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ നദിയിൽ മുഴുകുന്നതിന്, നദി എന്ന് പറയുമ്പോൾ ആ കർമ്മസാഗരമായിട്ടുള്ള ആ നദിയിൽ മുഴുകുന്നതിന്, അതല്ലെങ്കിൽ ആ ശങ്കരൻ കുഴിയിൽ മുങ്ങുന്നതിനുള്ള സമയമായി എന്നാണ് ഭഗവാൻ സമാധിസ്ഥമായിട്ടുള്ള ഓരോ ദർശനത്തിലൂടെയും ഭഗവാന് തോന്നുന്നത്. അത് ഭഗവാൻ എന്താണ്? ആ ആനന്ദത്തിൽ അമർന്നിരിക്കാതെ ആ പ്രകാശ സ്വരൂപത്തിൽ നിന്ന് താഴേക്ക് വരികയാണ് ചെയ്തത്. ആ ശരീരധാരണത്തോടുകൂടി പ്രകാശ സ്വരൂപമായി നമ്മുടെ അടുത്തേക്ക് അന്ധകാരത്തിൽ കിടന്ന ജനങ്ങളിലേക്ക് വരികയാണ് വന്നത്. അരുവിപ്പുറത്ത് ആണ് ആദ്യം എത്തുന്നത്. അരുവിപ്പുറത്തെത്തി ആ താഴേക്ക് വരുന്ന, അല്ലെങ്കിൽ ആ പ്രകാശ സ്വരൂപമായി ഇരിക്കുന്നതിൽ നിന്ന് താഴേക്ക് വരുന്നതാണ് ആ ഗുരുപദത്തിൽ എത്തുന്നത്. കാരണം താൻ അറിഞ്ഞ അജ്ഞാനം,
സമൂഹ മധ്യത്തിൽ ഇറങ്ങി വന്ന് സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിച്ച് അല്ലെ അവർക്കും കൂടി ആ ജ്ഞാനം കൊടുത്ത് സ്വയം ആചരിക്കുകയും ചെയ്തു കഴിയുമ്പോഴാണ് ആ മഹാഋഷി ആരാവുന്നത്, ഒരു ഗുരുപദത്തിലെത്തുന്നത്. അപ്പൊ അവിടെ ഭഗവാൻ ഒരു ഗുരുപദത്തിൽ എത്തി. എത്തിക്കഴിഞ്ഞ ഭഗവാൻ ആ, എവിടെയാണ്? അരുവിപ്പുറത്തെത്തുകയും, അരുവിപ്പുറത്ത് നമുക്കറിയാവുന്നതാണ്, ആ ശങ്കരൻകുഴിയിൽ നിന്ന് ആ ശില, ഒരു ശില എടുക്കുകയും അത്രയും സമയം ഇരുന്ന് ആ ശങ്കരൻകുഴിയില് പ്രാർത്ഥനാ നിർഭരമായിട്ടാണോ എന്താണെന്നൊന്നും നമുക്കറിയില്ല അല്ലെ. എല്ലാരും നെഞ്ചത്ത് കൈവയ്ക്കുന്ന അത്രയും സമയത്തോളം അവിടെ ആ ശങ്കരൻകുഴിയിൽ ഇരിക്കുകയും അവിടെ നിന്ന് ശിലയുമായിട്ട് ഒരു ശിലയുമായി വരികയും ആ നെഞ്ചോട് ചേർത്ത് കൊണ്ട് ആ ശിലയുമായി വന്ന് ആ പ്രാർത്ഥനയോടുകൂടി മണിക്കൂറുകളോളം ആ പ്രാർത്ഥന നിർഭരമായി അവിടെ നിൽക്കുകയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഭക്തജനങ്ങളൊക്കെ പ്രാർത്ഥനയിലും കൈകൂപ്പി നിന്ന് അവരും പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയിലാണ് ആ ആ ഒരു മുഹൂർത്തം, ആ പ്രതിഷ്ഠ നടത്തേണ്ട മുഹൂർത്തം എത്തുന്ന സമയത്ത് കണ്ണിൽ നിന്ന് ധാരധാരയായി, ഭഗവാന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി ആ കണ്ണീർ കണങ്ങൾ വീഴുകയും അതുപോലെ ആകാശത്ത് കാന്തി വലയം പ്രത്യക്ഷപ്പെടുകയും ആ കാന്തി വലയം വന്ന് ആ രണ്ട് ശിലകളും, പീഠം വെച്ചിരിക്കുന്ന പീഠവും ആ ശിലയുമായിട്ട് ഉരുകിച്ചേരുകയാണ് അവിടെ ചെയ്തത്. പാറയും പാറയും കൂടെ ഉരുകിച്ചേരുക, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലെ. ഒരു ഭഗവാൻ, ഒരു ഈശ്വരനായ ഈശ്വരൻ തന്നെയായ ആ ഭഗവാന് മാത്രമേ അത് സാധിക്കൂ. അത് ഇതുവരെയും ഒരു ഇളക്കവും സംഭവിക്കാതെ ആ പ്രതിഷ്ഠ അവിടെ നടക്കുകയാണ് ചെയ്തത്. സാധാരണ പ്രതിഷ്ഠകള് 12 വർഷം കഴിയുമ്പോൾ ഇളക്കം സംഭവിക്കുകയും അതിന് പുനഃപ്രതിഷ്ഠകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതങ്ങനെയല്ല. ഇത് ഈശ്വരൻ തന്നെ നേരിട്ട് ആ ശിവനെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. അപ്പം ആ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് 1888 നടന്നത്. 1888 നടക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു സമയത്തുണ്ടായിരുന്ന ജനങ്ങളുടെ അവസ്ഥ. അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിനം തന്നെയായിരുന്നു അല്ലെ. അവർക്കല്ല, ലോകർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിനം ആയിരുന്നു ഏതെന്ന് പറയുന്നത് 1888 എന്ന് പറയുന്നത്. കാരണം നമ്മൾ സ്വാതന്ത്ര്യം 1947 എന്നൊക്കെ പറയും. അല്ല, അതിനേക്കാളും മുമ്പേ ഭഗവാൻ തന്നെയാണ് നമുക്ക് സ്വാതന്ത്ര്യം തന്നത്. ഈ ലോക ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നത് ഭഗവാനാണ്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ആ ദൃഷ്ടിയിൽ പെട്ടാൽ പോലും അയിത്തം കൽപ്പിച്ചിരുന്ന ഒരു കാലം. അത്രയും വലിയ ഒരു അയിത്തം വേറെ ഒരു രാജ്യത്ത് പോലും കേട്ടിട്ടില്ല. അടിമത്വം എന്ന് പറയുമ്പോൾ അവരുടെ വീട്ടിൽ കയറാം, അടിമകളെ പോലെ ജോലി ചെയ്താൽ മതി. ഇത് ദൃഷ്ടിയിൽ പെട്ടാൽ പോലും. അതുപോലെ പൊതുകുളത്തിൽ കുളിക്കാനുള്ള അവകാശമില്ല. കുളം മാത്രമേ ഉള്ളൂ കുളിക്കാൻ. അപ്പം അന്തി വരെ ജോലി ചെയ്ത് വരുന്നവർക്ക് കുളിക്കാൻ ഒരു കുളമില്ല. അവർക്ക് പൊതുവഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. അവർക്ക് മറയ്ക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമില്ല. ആണുങ്ങൾക്കാണെങ്കിൽ മുടിയും താടി മീശ വളർത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം. അവർക്ക് ഒരു തുണ്ട് ഭൂമി പോലും വെച്ച് അവർക്ക് കൃഷി ചെയ്യുന്നതിനോ അതിനുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പം അവർക്ക് വിദ്യാഭ്യാസത്തിന് സ്വാതന്ത്ര്യമില്ല, അവർക്ക് ശുചിത്വത്തിന് സ്വാതന്ത്ര്യമില്ല, അവർക്ക് ഒന്നിച്ചു കൂടുന്നതിനൊരു സ്വാതന്ത്ര്യം. ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതിരുന്ന ആ ജനവിഭാഗത്തിനെ അവിടെ ഒന്നിച്ചു കൂട്ടി അവർക്ക് എല്ലാവർക്കും ശുദ്ധിയോടുകൂടി, അവർക്ക് വിദ്യാഭ്യാസത്തോടുകൂടി, അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുള്ള ഒരു ഇടമായിട്ടാണ് അത് മാറിയത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അവിടെ ഒരു മാതൃകാ സ്ഥാനമാണ് ഉണ്ടാക്കി കൊടുത്തത്. ഇതൊരു മാതൃകയായിരിക്കണമെന്ന് ഭഗവാന്റെ മനസ്സിൽ അല്ലെ. ആ മാതൃകാ സ്ഥാനം എല്ലാരും കൂടെ ചേരുന്നത്, സഹോദരരായിക്കൊണ്ട് ആരായാലും ജാതിഭേദം മതദ്വേഷം, ജാതിയോ മതമോ ഒന്നുമില്ലാതായിക്കൊണ്ട് ആർക്കൊക്കെ വരാമോ എല്ലാരും കൂടെ സമാധാനത്തോടെ സന്തോഷത്തോടെ സംഘടിച്ചൊന്നിച്ചിരിക്കുന്ന ഒരു മാതൃകാ സ്ഥാനമാണിത് എന്നാണ് അവിടെ ഭഗവാൻ ആലേഖനം ചെയ്തു വെച്ചത്. ഇതൊക്കെ ചെയ്ത ഭഗവാൻ ആ അതിനുശേഷം അനവധിയായ ദേവീ ദേവന്മാരെയൊക്കെ പ്രതിഷ്ഠകൾ നടത്തി തന്നു. ഈ പ്രതിഷ്ഠകളൊക്കെ നടത്തി തരുന്നത് ഒരു വിഗ്രഹാരാധനയിലൂടെ, ആ വിഗ്രഹത്തിലൂടെ നമുക്ക് നമ്മളുടെ ഭഗവാനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിൽ ഒരു ഏകമായിട്ടുള്ള ഒരു ധ്യേയ വസ്തുവിനെ, ഏകമായിട്ടുള്ള ഒരു ധ്യേയ വസ്തുവിനെ നമ്മുടെ മനസ്സിൽ വെക്കണമെങ്കിൽ അത് പ്രതിഷ്ഠയുണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ ഒരു കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചെങ്കിൽ മാത്രമേ വലിയ ക്ലാസ്സുകളിലോട്ട് നമുക്ക് എത്താൻ പറ്റൂ. വലിയ ക്ലാസ്സിൽ എത്തി എന്ന് പറഞ്ഞ് കുഞ്ഞു ക്ലാസ്സിനെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കില്ല. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ആ ഒരു നിലയിലോട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഭഗവാൻ അനവധിയായ ദേവീ ദേവന്മാരെ പ്രതിഷ്ഠിച്ചു തന്നു.
അതിനിടയ്ക്ക് നമുക്കറിയാം അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമുണ്ടാകുന്നതും അതിന്റെ സ്ഥിരം അധ്യക്ഷനായി ഭഗവാൻ ഇരിക്കുക. അപ്പൊ എന്തൊരു സന്തോഷമാണ് അല്ലെ, സ്ഥിരം അധ്യക്ഷൻ ആയിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പം അങ്ങനെ അതിലൂടെ ആ, അങ്ങനെ അത് ചെയ്തു. അതുപോലെ നമുക്കറിയാം ആ ഒരു സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ ഇരുന്ന് പിന്നെ ഇരുന്ന് കൊണ്ട് ചെയ്യുന്ന, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്, ഒന്നും ചെയ്യാതെ തന്നെ എല്ലാം ചെയ്യുന്ന ഭഗവാനെയാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ വൈക്കം സത്യാഗ്രഹം വരുന്നു. വൈക്കം സത്യാഗ്രഹത്തിലായാലും ഭഗവാനാണ് അതിന്റെ നിമിത്തം, അതിന്റെ തുടക്കം ഭഗവാനാണ്. ഭഗവാനെ അവിടെ തടഞ്ഞതിൽ നിന്ന്, ഭഗവാന്റെ ആ ദൃഷ്ടിയിൽ നിന്നുണ്ടായത് ആ ഒറ്റയ്ക്ക് മാധവനെ എടുക്കുകയും അതിലൂടെ ആ ഒരു വൈക്കം സത്യാഗ്രഹത്തിൽ എത്തപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ തന്നിട്ടുള്ളതാണ് ഏതാണ്, ആലുവ ദ്വൈതാശ്രമത്തില് സർവമത സമ്മേളനം. ഈ ലോകത്തിലെ തന്നെ ഒന്നാമത്തെ സർവമത സമ്മേളനമായിരുന്നു അവിടെ നടന്നത്. അത് മറ്റിടത്ത് നടന്ന സർവമത സമ്മേളനം എന്നൊക്കെ പറയുന്ന രണ്ടാമത്തെ എന്നൊക്കെ പറയുമ്പോൾ, അവിടെ നടന്ന സർവമത സമ്മേളനം എന്ന് പറയുന്നത് അതൊരു മത പാർലമെന്റ് ആയിരുന്നു. ക്രിസ്ത്യൻ മതമാണ് എല്ലാ മതത്തെക്കാളും ഏറ്റവും നല്ലതെന്ന് അവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അവിടെ ഇവിടെ അങ്ങനെയല്ല. എന്താണ്, വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ വാദവും ജയവും ഒന്നുമില്ല. ആ ഓരോ ഓരോ മതത്തിനെയും എന്താണ് അതിന്റെ പരമമായ സത്യം, അത് മാത്രം ഇവിടെ, അല്ലെങ്കിൽ അവരുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്, അത് മാത്രം എല്ലാവരും ഇവിടെ പറഞ്ഞാൽ മതി. നിങ്ങളുടെയൊക്കെ മതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്, ആ ഒരു എല്ലാവരുടെയും കൂടെ ചേർത്ത് വെച്ചപ്പോൾ എല്ലാവരുടെയും പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ആത്മസുഖം, അല്ലെങ്കിൽ പരമാനന്ദത്തിൽ എത്തപ്പെടുക, അല്ലെങ്കിൽ ആ ചൈതന്യത്തിൽ എത്തപ്പെടുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം എന്ന് ഭഗവാൻ നമുക്ക് കാട്ടിത്തന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശിവഗിരി തീർത്ഥാടനത്തിലൂടെ അല്ലെ, നമ്മുടെ ആ ഓവറോൾ ഡെവലപ്മെന്റ്, നമ്മുടെ പിന്നെ നമുക്കുള്ള ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ നമുക്ക് പിന്നെ നൈപുണികൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ ഒരു കഴിവും കൂടെ നമുക്ക് ഉണ്ടാക്കി തരിക. അപ്പൊ ആ ലക്ഷ്യങ്ങളൊന്നും നമ്മൾ ഇതുവരെയും ഒന്ന് പ്രത്യേകിച്ചും സ്റ്റഡി ചെയ്തിട്ട് പോലുമില്ല, ആ അഷ്ടലക്ഷ്യങ്ങൾ. കാരണം ഇപ്പൊ ആ മുംബൈ യൂണിവേഴ്സിറ്റി ഒക്കെ അവരൊക്കെ അതിൽ റിസർച്ച് ചെയ്യുന്നത് ഈ 8 ലക്ഷ്യത്തെ കുറിച്ചാണ്. അത് കേൾക്കുമ്പോൾ ആദ്യത്തെ 4 ക്യാരക്ടർ ഡെവലപ്മെന്റും പിന്നെ സ്കിൽ ഡെവലപ്മെന്റ്, അവരതിനെ വേർതിരിച്ചുകൊണ്ട് പല രീതിയിൽ പോയിക്കൊണ്ട് അവരതിങ്ങനെ ഓരോന്നും നടത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമുക്ക് ഭഗവാൻ കാട്ടിത്തന്നിട്ടുണ്ട്. അതുപോലെ ഭഗവാന്റെ ജീവിതം അശുദ്ധിയിലൂടെ ആയാലും ഓരോ കാര്യങ്ങളിലും ഭഗവാൻ നമുക്കത് കാട്ടിത്തന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അനവധിയായ ദേവീ ദേവന്മാരെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഭഗവാൻ ആം, പിന്നെ അവസാനം നമുക്കറിയാം ആ, ക്ഷേത്രപ്രതിഷ്ഠ നടത്തുന്നത് കളവങ്കോട് 1927 കളവങ്കോട് പിന്നെ കണ്ണാടി പ്രതിഷ്ഠയല്ല, അവിടെ ഓം ശാന്തി എന്നുള്ള പ്രതിഷ്ഠയാണ് അവിടെ നടത്തിയത്. അപ്പൊ ഓം ശാന്തി എന്ന് എഴുതി പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ആ ഒരു വിഗ്രഹ ആരാധനയിലൂടെ പോയ ഭഗവാൻ പടിപടിയായി വിഗ്രഹങ്ങളെ നിർത്തിക്കൊണ്ട് അല്ലെ, വിളക്കിലൂടെ അല്ലെങ്കിൽ ഓം ശാന്തി എന്നതിലൂടെ ആ ഒരു പ്രവർത്തി മാർഗത്തിൽ നിന്ന് ആ നിവർത്തി മാർഗത്തിലൂടെ ആ പിന്നെ ആ പരമപദത്തിലേക്ക് അടുക്കുന്നതിന് നമ്മൾ രണ്ടും വേണം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന ഭഗവാനാണ്. ഈ രണ്ട് കാരണം നമുക്ക് ജീവിതത്തിൽ ഭൗതികമായുള്ള ഉയർച്ചയും വേണം, അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ്, ആത്മീയമായ ഉയർച്ചയും വേണം. അത് തന്നെയാണ് ഭഗവാൻ അവിടെ വൈദിക മഠവും അതുപോലെ ബ്രഹ്മവിദ്യാലയം രണ്ടും ഒന്നിച്ചു തന്നെ, രണ്ട് കയ്യിലിരിക്കുന്ന പോലെയാണ് അല്ലെ, ആ രണ്ട് കൈത്തടത്തിൽ ഇരിക്കുന്നത് പോലെ രണ്ടും ഒന്നിച്ചു കൊണ്ടുപോയാൽ മാത്രമേ ഒരു മനുഷ്യന് വിജയം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള രീതിയിൽ. ആ വിഗ്രഹ ആരാധന എന്ന് പറയുമ്പോൾ, വിഗ്രഹത്തിനെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ കർമ്മകാണ്ഡ പ്രകാരമായ ഭൗതിക ആരാധന, അതിലൂടെ വിഗ്രഹം ഇല്ലാതെ വരുമ്പോഴേക്കും ആ നിവർത്തി മാർഗത്തിലൂടെ ആ ആത്മജ്ഞാനത്തിലൂടെ ആ 1927 തന്നെ ഏറ്റവും അവസാനം ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയതെന്ന് പറയുന്നത് ഉള്ളിലെ ഓംകാരേശ്വരൻ ക്ഷേത്രത്തിൽ ഓം പ്രതിഷ്ഠയാണ് നടത്തിയത്. അത് ഭഗവാനെ തന്നെ പ്രതിഷ്ഠിച്ചു എന്ന് നമുക്ക് പറയാം. കാരണം ഓംകാരപ്പൊരുളായ ഭഗവാനാണ്. ഓം എന്ന് തൊട്ടൊരു കോടി മന്ത്രപ്പൊരുൾ നാം എന്നറിഞ്ഞു കൊണ്ടാട് പമ്പേ. ഭഗവാൻ ഓംകാരം തന്നെയാണ്. ആ ഓംകാരമായ ഭഗവാൻ ആ ഓംകാരത്തെ തന്നെയാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. ആ പ്രതിഷ്ഠ കഴിഞ്ഞ് ഇറങ്ങി വന്ന ഭഗവാൻ വളരെ ക്ഷീണിതനായിട്ടാണ് ഇറങ്ങി വന്നത്.
ഇറങ്ങി വന്ന ഭഗവാൻ വിശ്രമിക്കുന്ന സ്ഥലത്ത് വന്നെത്തിയതിന് ശേഷം അവിടെ ഒരു വൈദ്യര് എപ്പോഴും അവിടെ കൂടെ ഉണ്ടാകുന്ന എസ്.കെ. വൈദ്യർ എന്ന് പറഞ്ഞ വൈദ്യരെ വിളിക്കുകയും വൈദ്യരെ വിളിച്ചിട്ട് മരുന്ന് ആവശ്യപ്പെടുകയുമാണ് ചെയ്തത്. അതായിരുന്നു ഭഗവാന്റെ ആ ഒരു സമാധിയിലേക്കുള്ള ആ ആ ഒരു ഒരു തുടക്കം അസുഖത്തിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഓംകാരേശ്വര ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ്. അവിടെ നിന്ന് ഭഗവാൻ ആലുവ അദ്വൈതാശ്രമത്തിലേക്കാണ് പോകുന്നത്. അത് 1928 ആയപ്പോഴേക്കും, ജനുവരി ആയപ്പോഴേക്കും ആലുവ അദ്വൈതാശ്രമത്തിലാണ് ഭഗവാൻ ഉള്ളത്. അവിടെ ജനുവരിയിൽ തന്നെയാണ് ടി.കെ. മാധവന്റെ നേതൃത്വത്തില് സംഘടന സെക്രട്ടറി ആയിരിക്കുന്ന ആ സമയത്ത് നടത്തിയ പിന്നെ 108 ശാഖായോഗങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിതരണം. അത് ഭഗവാനെ നിർബന്ധിച്ചിട്ട് അത്ര പിന്നെ അസുഖമായിട്ട് വിശ്രമിക്കുന്ന ആയിരുന്നു. അപ്പം ടി.കെ. മാധവന്റെ നിർബന്ധത്തില് ആ പൊതുയോഗത്തിൽ പങ്കെടുത്തു. 108 അതിന്റെ ഉദ്ഘാടനം നടത്തിയത് ഭഗവാനായിരുന്നു. അതായിരുന്നു ഭഗവാന്റെ അവസാനത്തെ ഒരു പൊതു ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പം അവിടെ നിന്ന് പിന്നെ ഭഗവാൻ വിശ്രമത്തിനായിട്ട് വെല്ലൂർ മഠത്തിലാണ് പോയത്. വെല്ലൂർ മഠത്തിൽ, അത് വൈക്കത്ത് തന്നെയാണ് വെല്ലൂർ മഠം. വെല്ലൂർ മഠത്തിൽ വെച്ചാണ് ശാരീരിക ബുദ്ധിമുട്ട് ബോധാനന്ദ സ്വാമികളോട് പറയുന്നത്. മൂത്രത്തിന് പോകുന്നതിന് തടസ്സമുണ്ട് എന്നും പിന്നെ ആ ഒരു ഹെർണിയ പോലത്തെ അസുഖം ആണ് എന്നും അവിടെ വെച്ച് അറിയുകയും ഡോക്ടർ ദാസ് എന്ന് പറഞ്ഞ, അവിടെ വൈക്കത്താണ്, വൈക്കം ഗവൺമെന്റ് ആശുപത്രിയിലുള്ള ഡോക്ടർ ദാസ് എന്ന് പറഞ്ഞ ആ ഡോക്ടറെ വരികയും മരുന്ന് കൊടുത്ത് സുഖപ്പെടുകയും ഒക്കെ ചെയ്തു. എന്നിരുന്നാലും കൂടുതൽ വിശ്രമത്തിനായിട്ട് വീണ്ടും അദ്വൈതാശ്രമത്തിലോട്ട് അവിടെ നിന്ന് പോവുകയും, അവിടെ പോയി കഴിഞ്ഞിട്ടാണ് ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ കൃഷ്ണൻ എന്ന് പറയുന്ന പാലക്കാടുള്ള ഡോക്ടറെ അറിയിക്കുകയും അറിയിച്ചതിന്റെ ആയിട്ട് അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള കൃഷ്ണൻ ഡോക്ടർ രാഘവൻ എന്ന് പറഞ്ഞ മകനെ ഇങ്ങോട്ട് അദ്വൈതാശ്രമത്തിലോട്ട് വിടുകയും ചെയ്തു. ഡോക്ടർ രാഘവൻ വന്നു, ഭഗവാനെ നോക്കി, മൂത്രമൊക്കെ എടുത്തു. അപ്പൊ കുറച്ച് ആശ്വാസം തോന്നി. പാലക്കാട്ടോട്ട് തന്നെ ചെല്ലണം എന്ന് നിർബന്ധിച്ചു. പക്ഷെ ഭഗവാൻ അന്നേരം പോയില്ല. അദ്ദേഹം ഡോക്ടർ കൃഷ്ണൻ തിരികെ പോവുകയും ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭഗവാന് വീണ്ടും അസുഖമായിട്ട് തോന്നുകയും പാലക്കാട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ പാലക്കാട് പോകുന്ന വഴിക്ക് തൃശ്ശൂര് ആളുകളെ നിർബന്ധിച്ച് കുറുക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങുകയും, അവിടെ ഇറങ്ങി അവിടുന്ന് പിന്നെ അവിടെ ചികിത്സ നടത്തുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അവിടെ മാമി ഡോക്ടർ എന്ന് പറഞ്ഞ മാമി വൈദ്യൻ, ആ വൈദ്യന്റെ അടുത്ത് അവിടെയൊക്കെ ചികിത്സ നടത്തിയെങ്കിലും ഒരു കുറവ് കാണാഞ്ഞ് വീണ്ടും പാലക്കാടിന് തന്നെ പോവുകയും പാലക്കാട് കൃഷ്ണൻ വൈദ്യന്റെ അടുത്ത് എത്തുകയും ചെയ്യുന്നു. അവിടെയൊക്കെ ചെല്ലുന്ന മരുന്ന് കൊടുക്കുമ്പോൾ ഭഗവാൻ ആശ്വാസം കിട്ടുന്നുണ്ട്. ഭഗവാൻ ഇതെല്ലാം ഒരു ലീലയാണ്, ശരീരം വെടിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലീലയാണ് എന്ന് നമുക്ക് ഓരോ ആ ജീവചരിത്രത്തിലൂടെ അല്ലെങ്കിൽ അസുഖത്തിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് കാണിക്കുന്നത് കാണുമ്പോഴൊക്കെ മനസ്സിലാവും. പിന്നെ പാലക്കാട് എത്തുകയും, പാലക്കാട് എത്തിയ സമയത്ത് തന്നെയാണ് ഇവിടെ ബോധാനന്ദ സ്വാമിയുണ്ട്, ഗോവിന്ദാനന്ദ സ്വാമിയുണ്ട്, അപ്പൊ അവരൊക്കെ ഉണ്ട്. അപ്പം ഗോവിന്ദാനന്ദ സ്വാമി തന്നെ മദ്രാസിൽ നിന്ന് ഡോക്ടർ പണ്ടാലെ എന്ന് പറഞ്ഞ ഡോക്ടറെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും അവിടേക്ക് വിളിച്ചു വരുത്തി ആ ഡോക്ടർ ആ ഡോക്ടർ പണ്ടാല നോക്കിയപ്പോൾ പറഞ്ഞു മദ്രാസിലോട്ട് ചെല്ലണമെന്ന് പറയുകയും അങ്ങനെ മദ്രാസിലോട്ട് പോവുകയാണ് ചെയ്തത്. അവിടെ വളരെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാര് ഉണ്ടായിരുന്നു. അത് പറയുന്നത് ഡോക്ടർ സാമുവൽ, ഡോക്ടർ നോബിൾ എന്ന് പറഞ്ഞ 2 പേര്. അവര് അന്ന് തന്നെ 5000 രൂപ ശമ്പളം വാങ്ങുന്ന ഡോക്ടർമാരാണ്. ഭഗവാന് കിട്ടിയിട്ടുള്ള ചികിത്സയും അല്ലെങ്കിൽ എല്ലാം ഏറ്റവും രാജകീയമായിട്ടുള്ള ചികിത്സകളൊക്കെ തന്നെയാണ് ഭഗവാന് കൊടുത്തിരുന്നത്. അപ്പൊ അവിടെ ചെല്ലുകയും അവര് പരിശോധിക്കാനായിട്ട് റൂമിൽ കയറ്റിയ ഭഗവാനെ പരിശോധിച്ചുകൊണ്ട് നാഡീനരമ്പുകൾ നോക്കുമ്പോൾ നാഡികളൊന്നും ഇല്ല. അപ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. തിരിച്ചു കിടത്തിയപ്പോ തിരിഞ്ഞും കിടക്കുന്നു. ഹൃദയത്തിന്റെ ഇടുപ്പും ഇല്ല, നാഡിയും ഇല്ല. അപ്പൊ അവര് ആകപ്പാട് അപ്പം ഭഗവാൻ തിരിഞ്ഞ് ചോദിക്കുകയാണ്, എന്താ നാഡി കിട്ടുന്നില്ലേ എന്ന് ചോദിക്കുവാണ്. അപ്പം അതാ പറഞ്ഞു, ഭഗവാൻ എല്ലാം ഒരു ലീലയാടുകയായിരുന്നു അവിടെ. അവിടെ അവര് ആ ഡോക്ടർമാര് സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയാണ് ചെയ്തത്.
പുറത്തിറങ്ങി വന്ന് ശിഷ്യന്മാര് ചോദിച്ചപ്പം ഭഗവാൻ ഒരു അസുഖവുമില്ല, ഗുരുവിന് അവിടെ ഒരു അസുഖവുമില്ല, ഒന്ന് വിചാരിച്ചാൽ മാത്രം പോരെ എന്നാണ് അവര് ചോദിക്കുന്നത്. കാരണം നാഡീഞരമ്പുകളെ സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിവുള്ള ഭഗവാൻ, ആ നാഡീഞരമ്പുകളെ സ്വയം നിയന്ത്രിച്ചു നിർത്താൻ കഴിവുള്ള ഭഗവാനാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അങ്ങനെ അവിടെ നിന്നും ഭഗവാന്റെ നിർബന്ധം സ്വന്തം നാട്ടില് മലയാള നാട്ടിലെത്തണം എന്നുള്ള ആ ഒരു ആഗ്രഹപ്രകാരമാണ് തിരിച്ച് പാലക്കാട് വഴി വരുന്നത്. അപ്പൊ പാലക്കാട് എത്തുമ്പോ ബോധാനന്ദ സ്വാമിയോട് പറയുന്നു, ബോധാനന്ദ, പിന്നെ എന്നെ അവർക്ക് വിട്ടുകൊടുക്കരുത്. കാരണം തൃശ്ശൂർ വരുമ്പോൾ ഒരുപാട് പേര് തടയും, ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോഴും പറയുന്നത്, ബോധാനന്ദ, എന്നെ അവർക്ക് വിട്ടുകൊടുക്കരുത്. കാരുണ്യപൂർവ്വം, നമുക്കറിയാം ഒരു ശിഷ്യന്റെ അടുത്താണ് പറയുന്നത് അല്ലെ, ആ കരുണാമൂർത്തി അങ്ങനെ പറഞ്ഞ്. അപ്പം തൃശ്ശൂര് വഴി ആലപ്പുഴ വഴി കൊല്ലമാണ് എത്തുന്നത്. കൊല്ലത്ത് നമുക്കറിയാം അവിടെ റെസ്റ്റ് ഹൗസ് ഉണ്ട്, തോമസ് സ്റ്റീഫൻ കമ്പനിയുടെ റെസ്റ്റ് ഹൗസ് അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ താമസിക്കുകയും അവിടെ ഒരാഴ്ച, 2-3 ദിവസം ഒരാഴ്ച റെസ്റ്റ് ചെയ്യുകയും, ആ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ജനലിൽ കൂടി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ പീരങ്കി മൈതാനം കണ്ടു. ആ പീരങ്കി മൈതാനം കണ്ടപ്പോൾ പട്ടാളക്കാരുടെയാണ്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇത് നമ്മുടെ സ്ഥലമാണ്, ഇത് സരസ്വതി ക്ഷേത്രമാകും എന്ന് ഭഗവാൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. അത് തന്നെയാണ് ശങ്കർ എന്താണ് അത് വാങ്ങി, അത് സരസ്വതി ക്ഷേത്രം തന്നെയാണ് എസ് എൻ കോളേജായി മാറുകയും അവിടെ ശാരദാ മഠത്തിന്റെ അതേ മോഡലിലുള്ള ശാരദാ മഠം അവിടെ നിർമ്മിക്കുകയും ഒക്കെ ചെയ്തത്. ഭഗവാൻ അവിടെ നിന്ന് പിന്നെ പോയത് വർക്കലയാണ്. വർക്കലയും ഭഗവാന് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ റെസ്റ്റ് ഹൗസിലാണ്, ഒരു ഗസ്റ്റ് ഹൗസിലാണ് വർക്കലയിലെ അവിടെ ഭഗവാൻ ഇരുന്നത്. അതിനുശേഷം കുറച്ച് ദിവസമായിട്ട് തിരുവനന്തപുരം എന്നും പറയുന്ന ചാവറകോട് എന്നും പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു വ്യവസായി നിർമ്മിച്ച ഒരു പുതിയ ആധുനിക രീതിയിൽ അന്ന് നിർമ്മിച്ച ഒരു കെട്ടിടത്തിലേക്ക് ഭഗവാൻ മാറുകയും അവിടെയും കുറച്ച് ദിവസം ഇരുന്നിട്ടും അസുഖത്തിനൊന്നും വലിയ ഭേദമുണ്ടാകാതെ ഭഗവാൻ തിരികെ വർക്കലയിൽ തന്നെ വർക്കലയിൽ എത്തുകയും അവിടെയാണ് ഭഗവാൻ അവസാനം അവിടെ ഇരുന്ന് അവിടെ നമുക്കറിയാം ഭഗവാനെ ഒന്ന് നോക്കുന്നതിനുള്ള ആളുകളെയൊക്കെ ഈ 2 സ്വാമിമാരെ അല്ലെ 2 ശിഷ്യന്മാരെ കൂടെ നിർത്തി എപ്പോഴും മരുന്നുകളൊക്കെ കൊടുക്കുന്നതിനും അതുപോലെ ആഹാരം വയ്ക്കുന്നതിനും മറ്റ് ശിഷ്യന്മാരും. അപ്പം ഇങ്ങനെ ആളുകളെ പ്രത്യേകം തിരിച്ച് ഏറ്റവും നല്ല രീതിയിൽ ആയിരുന്നു ഭഗവാന് ആ വൈദിക മഠത്തിൽ റെസ്റ്റ് ചെയ്യുന്ന സമയം ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയുള്ള രസകരമായ ഒരുപാട് കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ് അല്ലേ. അതിന് ഒരു സൂചന കൊടുത്ത കാര്യവും അറിയാവുന്നതാണ്. അത് നടരാജ ഗുരു എന്താണ് വിദേശത്തേക്ക് പഠിക്കാനായിട്ട് പോകുമ്പോൾ 1928 മെയ് മാസത്തിലാണ് പോകുന്നത്. മെയ് മാസത്തിൽ പോകുമ്പോൾ എന്താണ് ആ ഒരു പിന്നെ ഇനി എന്നാണ് തന്റെ അരുമ ശിഷ്യനാണ് രാജഗുരുവിനെയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ, പുറത്തു പോയി പഠിക്കണം എന്ന് അല്ലെങ്കിൽ ഇതെല്ലാം പ്രചരിപ്പിക്കണം, ഇവിടെ നിൽക്കണ്ട, പുറത്തു പോകണമെന്ന് നേരത്തെ തന്നെ ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ളതാണ്. അപ്പം അവിടെ ഒരു പ്രൈമറി ഒരു സ്കൂളിന്റെ ശിവഗിരി സ്കൂൾ ഭഗവാന്റെ മനസ്സിലുള്ള സ്കൂളല്ല ഉണ്ടായത്. അവിടെ വെറും ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഉണ്ടായത്. ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ എച്ചമായിട്ടിരിക്കുന്ന നടരാജ ഗുരുവിന് വിദേശത്ത് പോകുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ഭഗവാനെ വന്ന് കാണുകയും ഭഗവാന്റെ അനുഗ്രഹം എല്ലാം ഉണ്ടായിരുന്നു. അനുഗ്രഹത്തിന്റെ ആ സമയത്താണ് എന്നാണ് ഇനി തിരികെ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് 8 മാസം. അപ്പോഴാണ് മൗനമായിട്ട് പറഞ്ഞത് 4 മാസം എന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാരെല്ലാം ഇത് നോട്ട് ചെയ്യുന്നുണ്ട്, അവരത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അവർക്കാർക്കും ഇത് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സൂചനയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയും ഒരു സൂചന അല്ലേ, അവൻ ശാന്തിക്ക് ഒരു സൂചന കൊടുത്തിരുന്നു. പിന്നെ വൃക്ഷം പൂക്കുന്ന സമയം എന്ന് വരെയൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് ഭൈരവൻ ശാന്തി അതുകൊണ്ടാണ് അവിടെ അത് പൂത്ത സമയത്ത് വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഇരുന്നതും ഒക്കെ ആ ഒരു സൂചനയായിരുന്നു. അപ്പം അങ്ങനെ സൂചനയും അതുപോലെ ബോധാനന്ദ സ്വാമി കൂടെ നിന്ന് പരിചരിച്ച് ഒരു വിശ്രമവും ഇല്ലാതെയാണ് ഭഗവാനെ നോക്കുന്നത് ബോധാനന്ദ സ്വാമി. അപ്പം അനന്തരഗാമിയായിട്ട് പ്രഖ്യാപിക്കുന്നതും ബോധാനന്ദ സ്വാമി, അതും ഒരു സൂചന തന്നെയായിരുന്നു. ബോധാനന്ദ സ്വാമി എപ്പോഴും കാലും കയ്യോ ഇങ്ങനെ തടവി അല്ലെങ്കിൽ വീശറി കൊണ്ട് വീശിക്കൊണ്ട് ഉറങ്ങാതെയൊക്കെ ഇരിക്കുമ്പോൾ ഇവൻ എന്റെ കാല് പിടിച്ച് വലിക്കുകയാണെന്ന് മറ്റു ശിഷ്യന്മാരോട് പറയുന്നത് സ്വാമി പറയുന്നതാണ്.
എന്റെ കാല് പിടിച്ച് വലിക്കുവാണ് എന്ന് പറയും. എന്നിട്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് ബോധാനന്ദ സ്വാമി കുറച്ചു നേരമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. പിന്നെ തിരികെ വിളിച്ച് പരിചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭഗവാൻ ആ സമയത്തും പിന്നെ ധർമ്മം പത്രത്തിലെ ഭഗവാന്റെ അസുഖത്തെക്കുറിച്ച് ഓരോ ദിവസവും അവിടെ പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് ഭക്തജനങ്ങളുടെ തിരക്കായിരുന്നു. പറയുന്ന റെയിൽവേ സ്റ്റേഷൻ തൊട്ടേ ജനങ്ങളുടെ ഭയങ്കര തിരക്കായിരുന്നു എന്നാ പറയുന്നത്. ആളുകൾക്ക് നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തിരക്കായിരുന്നു. ജനങ്ങൾ എപ്പോഴും ഇങ്ങനെ കാണാനായിട്ട് വരികയും അവരെ ഭഗവാൻ വൈദിക മഠത്തിലൂടെ നോക്കി അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം ഭഗവാൻ ഒരു ദിവസം തെരഞ്ഞെടുത്തത് പിന്നെ ഗുരുക്കന്മാരാണ്. ഗുരുക്കന്മാർക്ക് അവർക്ക് ജനനം എങ്ങനെയാണോ അവർ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് ഒരു മഹാസമാധിക്കുള്ള ഒരു സമയവും അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. അവരതിൽ ഏറ്റവും നല്ല ഒരു സമയമാണ് തിരഞ്ഞെടുക്കുന്നത്. ഭഗവാൻ അത് തന്നെയാണ്. കന്നി 5 നല്ല ദിവസമാണ്. അന്ന് എല്ലാവർക്കും ആഹാരം കൊടുക്കണം. വ്യാഴഘോരയാണ്. പുറപ്പെടാൻ നല്ല സമയമാണ് എന്നൊക്കെ ഭഗവാൻ പറഞ്ഞതും ഒക്കെ ആ ഒരു തന്റെ മഹാസമാധിക്ക് ഏറ്റവും നല്ല നേരം നോക്കി. കാരണം നമ്മള് പിന്നെ ജനനത്തിന് വേണേ ഇപ്പം സമയം നോക്കുമായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ ചോറ് കൊടുക്കുന്നതിന്, കല്യാണത്തിന് ഒക്കെ നമ്മൾ നേരം നോക്കും. അപ്പം ഭഗവാൻ ആ ഒരു ജീവചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവസാനം ആ മഹാസമാധിക്ക് പോലും ഏറ്റവും നല്ല നേരം നോക്കിക്കൊണ്ടാണ് ഭഗവാൻ ആ കന്നി 5 104 1928 സെപ്റ്റംബർ 20 തെരഞ്ഞെടുക്കുന്നത്. അന്നത്തെ ആ ഒരു പ്രകൃതിയെ കുറിച്ചൊക്കെ അന്നുള്ള കവികളൊക്കെ എഴുതിയേക്കുന്നത് കേട്ടാൽ നമുക്ക് തന്നെ വളരെയധികം ദുഃഖം തോന്നും. കാരണം ആ പ്രകൃതി വിങ്ങി നിൽക്കുകയായിരുന്നു. അവിടെ മഴ പെയ്യാനായിട്ടുള്ള ഒരു സമയവും അതുപോലെ തന്നെ ആ മഴ പെയ്യുന്ന ആ ഒരു രീതിയിൽ നിൽക്കുകയും പൂക്കളൊക്കെ താഴെ വീഴുകയായിരുന്നു എന്നാ പറയുന്നത്. തല താഴ്ത്തി നിൽക്കുക എന്ന് വെച്ചാൽ അവിടെയെല്ലാം മരങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ അതുപോലെ പിന്നെ ആകാശം നല്ല ഒരു മിന്നൽ പിണര് പോലെ ഒക്കെ ഉണ്ടായിരുന്നു എന്നും കൊള്ളിയാനൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നും പിന്നെ അതുപോലെ തന്നെ പക്ഷികളൊക്കെ ഒരുപാട് ചിലയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയം 3 മണി സമയമായിരുന്നു. 3 മണി സമയമായപ്പോൾ ഭഗവാൻ ശിഷ്യന്മാരെ ഇങ്ങനെ നോക്കി എഴുന്നേറ്റിരിക്കുന്നതിനായിട്ട്. അപ്പോഴ് സാധാരണ ശിഷ്യന്മാരൊന്നും അങ്ങനെ പുറത്തൊന്നും തൊടില്ല. അപ്പൊ അവർക്ക് തൊടാനുള്ള ഒരു അവസരവും കൂടെ ഭഗവാൻ കൊടുത്തുകൊണ്ട് അതുപോലെ അതിന് കുറച്ച് 2-3 ദിവസം മുന്നേ തന്നെ ആഹാരമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തന്റെ ശരീരം ഏറ്റവും പരമമായ ശുദ്ധമാക്കിക്കൊണ്ട് യാതൊരു അഴുക്കും തന്റെ ശരീരത്തിൽ വരാതെ ഒരു ആഹാരവും കഴിക്കാതെ 1-2 ദിവസം വെള്ളവും ജീരക വെള്ളവും ഉലുവ വെള്ളവും ഒക്കെ കുടിച്ച് അശുദ്ധമാക്കിയ ശരീരം നിത്യശുദ്ധ മുക്തനായ ആ ഭഗവാൻ അശുദ്ധ ശരീരമാണ് കൊണ്ടുപോകുന്നതിന് ആയിട്ട് നമുക്ക് തന്നത്. അപ്പൊ ആ ഒരു ഭഗവാൻ 3 മണിയായപ്പോഴേക്കും ശിഷ്യന്മാരോട് പറഞ്ഞ് എഴുന്നേറ്റ് ഇരിക്കണം എന്നുള്ള രീതിയിൽ കാണിക്കുകയും അവരെ പിടിച്ചിരുത്തുകയും ആ പിന്നെ ആ, പിന്നെ സമാധി മഹാസമാധി ആകുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ ചമ്രം പടഞ്ഞിരിക്കുകയും ശരീരവും ആ, ശരീരം മൂലാധാരം മുതൽ ആജ്ഞാചക്രം വരെ ആ തപശക്തി കൊണ്ട് നല്ല തിളങ്ങുന്ന പ്രകാശമായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രകാശമായി ഇരിക്കുകയും ഇരുന്നു കൊണ്ട് 3:15 മണിയായപ്പോഴേക്കുമാണ് ഭഗവാൻ മഹാസമാധി പ്രാപിക്കുന്നത്. ആ സമയത്ത് വിദ്യാനന്ദ സ്വാമികളോട് മുക്തിപ്രഹരണം വായിക്കാനായിട്ട് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു സമയമാണ് നമ്മളിൽ നിന്ന് ഭഗവാൻ പോയത് മഹാസമാധി പ്രാപിക്കുന്നത്. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. പിറ്റേ ദിവസത്തെ ഘോഷയാത്ര ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഘോഷയാത്രയോടുകൂടിയാണ് ഭഗവാന്റെ മഹാസമാധി മന്ദിരത്തിൽ അവിടെ ഇരുത്തുകയൊക്കെ ചെയ്തത്. അപ്പോൾ ആ ഒരു ആഘോഷമാണ്. അതും ആഘോഷമായിട്ടാണ് അന്ന് അവിടെ ചെണ്ടമേളത്തോടു കൂടിയും ആഘോഷത്തോടു കൂടിയും ഒക്കെയാണ് വനജാക്ഷി മന്ദിരത്തിലോട്ട് അവിടോട്ട് കൊണ്ടുപോവുകയും തിരിച്ച് മുകളിലോട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് മഹാസമാധി ആഘോഷമാണ്. ശ്രീനാരായണ
മഹാസമാധി ആഘോഷമായിട്ട് തന്നെ നമ്മൾ നടത്തണം. അത് നമ്മൾ വിഷമിക്കേണ്ടതല്ല. കാരണം എന്തുകൊണ്ടാണ്? എല്ലാരോടും ഭഗവാൻ പറഞ്ഞു, "ഞാൻ പ്രകാശമാണ്. നിങ്ങളാരും വിഷമിക്കേണ്ട. ഞാൻ പ്രകാശമാണ്. ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും." നമ്മളോട് നിത്യവും പ്രകാശിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് നിൽക്കുന്ന, നമുക്കെപ്പോഴും കാണാൻ പറ്റുന്ന, നമുക്ക് ചിന്തിച്ചാൽ തന്നെ നമ്മുടെ ഉള്ളിൽ ഓടിയെത്തുന്ന ആ ഭഗവാനെ നമ്മള് ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേട്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഓ